Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് നല്ല റീഫ്രഷിംഗ് നൽകുന്ന ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടെ. എന്നാലേ എന്തിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയത് ഇതുപോലെ കുറച്ച് മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പച്ചമുന്തിരി നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് വേണ്ടത് 5 അല്ലി പുതിനയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയ മുളകും കൂടി എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളകായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു മുളക് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ ഒരു മുളകിന്റെ പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ എന്താ ഒരു നാരങ്ങന്റെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് പഞ്ചസാര ഇരുന്നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഫസ്റ്റ് തന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് അരച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പൊ ഇത് നമ്മളെ ഡ്രിങ്ക് കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതുപോലെ 2 ടീസ്പൂണോളം കസ്കസ് ഒന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഗ്ലാസ്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഡ്രിങ്കും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ഗ്ലാസ്സിലേക്ക് ഡ്രിങ്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ഡ്രിങ്ക്. അപ്പൊ ഇതാ നമ്മളെല്ലാം ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്ക് ഈ ചൂട്ടിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്ക് ആണ്. നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യേ. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് മുന്തിരി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവരും മുന്തിരി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഈ ചൂടിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മളെ ശരീരത്തിന് നല്ല റീഫ്രഷിങ് നൽകുന്ന ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.